എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ആ ഒരു ലെഡ്ജർ ഇപ്പോൾ കയ്യിലുള്ള ഷെൻസി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ലെഡ്ജർ എടുത്തു കൊടുക്കാനായി ഷെൻസിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാഫ് അവളോട് ഈ ലെഡ്ജർ ഭാവിയിൽ ഷെൻസിയെ കെട്ടാൻ പോകുന്ന രാജകുമാരന് സമ്മാനിച്ചാൽ അത് ഷെൻസിക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ക്രൗൺ പ്രിൻസിനെ മാത്രം വിവാഹത്തിനായി തിരഞ്ഞെടുക്കരുതെന്നും കൂടി അയാൾ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ ക്രൗൺ പ്രിൻസ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അയാളെ തിരഞ്ഞെടുക്കരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് ആ രീതിക്ക് ഷെൻസി ചോദിക്കുമ്പോഴേക്കും പേരിന് മാത്രമേ ഉള്ളൂ ആളൊരു ക്രൗൺ പ്രിൻസ്. കുട്ടിക്കാലത്ത് ആരോ ശരീരത്തിൽ വിഷം കൊടുത്ത് അങ്ങനെ ഇപ്പോ വളർന്നു വലുതായപ്പോഴും അതിന്റെ രോഗാവസ്ഥയൊക്കെ ക്രൗൺ പ്രിൻസിനുണ്ട്. പിന്നെ ബാക്കി പ്രിൻസിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആൾ അത്രയും വാല്യൂ മറ്റുള്ളവർക്കിടയിൽ ഇല്ലാത്ത ഒരാളാണെന്ന്, പേരിന് മാത്രമാണ് ക്രൗൺ പ്രിൻസ് ഉള്ളതെന്നെല്ലാം ആ സ്റ്റാഫ് ഷെൻസിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആ ക്രൗൺ പ്രിൻസിനെ തന്നെ കിട്ടിയാലോ, അധികം നാൾ ആയുസില്ലാത്ത ഒരാളെ തന്നെ മതി എനിക്ക് ഭർത്താവായിട്ട്, എനിക്ക് പ്രേമിച്ച് കൂടെ കൊണ്ട് നടക്കാനായിട്ട് ഒരാളെ അല്ല വേണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു അടിമേനെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിന്റെ ആയുസ് എനിക്കൊരു കാര്യമേ അല്ല, വിവാഹം ചെയ്ത് എന്റെ ആവശ്യങ്ങൾ നേടിയെടുത്താൽ മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്നല്ല ഇങ്ങനെ ഷെൻസി പറയുമ്പോ ആ ഗാർഡ് തന്നെ ഈ പറയുന്നതൊക്കെ ആരെങ്കിലും കേട്ടാ ആകെ പ്രശ്നമാകുമെന്ന് ഷെൻസി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും പറയുന്ന ഷെൻസി താൻ പക്ഷെ എടുത്തടിച്ച് തന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ സെലക്ട് ചെയ്യില്ലെന്നും ഈ ക്രൗൺ പ്രിൻസിനെ താനിപ്പോ ഒന്ന് നോക്കി വെച്ചാലും മറ്റുള്ള പ്രിൻസുകളെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കൂ എന്നും പറയുന്നുണ്ടായിരുന്നു. ഇതേ ടീം ക്യാപിറ്റലിലേക്ക് കമാൻഡറി പ്രിൻസസ് വരുന്നുണ്ടെന്നും അവർ രാജാവിന്റെ ഒരു മകനെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്യാൻ പോവുകയാണെന്നും എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു വെറ്റുവെപ്പ് നടക്കുന്നുണ്ട്. രാജാവിന്റെ ഏത് മകനെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തില് ക്രൗൺ പ്രിൻസ് നമ്മുടെ യോങ് ആണ്. പക്ഷെ യോങ് ബാക്കി പ്രിൻസിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കും ഒരു ചോയ്സിൽ പെട്ട ഒരാളെ അല്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ യോങ്ങിനെ തിരഞ്ഞെടുക്കുമെന്ന രീതിയിൽ ആരും തന്നെ ബെറ്റ് വെക്കുന്നില്ല. മറിച്ച് ബാക്കിയുള്ള രാജകുമാരന്മാരെ പറ്റിയാണ് ബെറ്റ് വെപ്പ് നടക്കുന്നത്. അതിൽ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ക്വിങ്ഷിയുടെ ഹസ്ബൻഡ് ആയിരുന്ന ഷിന്നുണ്ട്, മുന്നേ കണ്ട ലീ ഉണ്ട്, മറ്റ് പ്രിൻസുമാരായ നിങ് ഉണ്ട്, ഡിങ് ഉണ്ട്, യുവും ഉണ്ട്. അങ്ങനെ ഇവിടെ ഈ ബെറ്റ് വെപ്പ് നടക്കുമ്പോൾ ഒരു ക്രൗൺ പ്രിൻസ് ആണെങ്കിലും ഇങ്ങനെ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സാധാരണക്കാരനായി അവിടെ നടക്കുന്ന യോങ്ങും ഞാൻ ക്രൗൺ പ്രിൻസിനായിരിക്കും അവർ തിരഞ്ഞെടുക്കുക എന്ന് ബെറ്റ് വെക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ പങ്കെടുക്കുമ്പോൾ ഇവൻ ആരപ്പാ ക്രൗൺ പ്രിൻസിനൊക്കെ തിരഞ്ഞെടുക്കുന്നു പറയാൻ മാത്രം, ഇവൻ ഏത് മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ക്രൗൺ പ്രിൻസ് എന്ന് മനസ്സിലാവാതെ അവർ അവനെ തന്നെ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുട്ടിക്കാലത്ത് യോങ് ആകട്ടെ കൊട്ടാരത്തില് ഇപ്പൊ ജീവനോടെ ഇല്ലാത്ത അന്നത്തെ ആ രാജാവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായി ജീവിച്ചിരുന്ന കാലം. ആ ഒരു സമയത്ത് ആരോ യോങ്ങിന് കഴിക്കാനായി കൊടുത്ത ഭക്ഷണത്തില് വിഷം ചേർക്കുകയും അതറിയാതെ ആ ഒരു വിഷം പുരണ്ട ചെറി യോങ് കഴിക്കുകയും ആ വിഷം ഒറ്റയടിക്ക് ഒരാളെ കൊല്ലുന്ന വിഷമായിരുന്നില്ല, അതൊരു സ്ലോ പോയിസൺ ആയിരുന്നു. പതിയെ പതിയെ വിഷം ചെന്ന ആളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായി പ്രവർത്തനം നിലച്ച് അയാൾ അതിദാരുണമായി മരണപ്പെടുന്ന ഒരു വിഷം. എന്തായാലും അന്ന് വിഷം ചെന്ന കുട്ടിയായിരുന്ന യോങ് വയ്യാണ്ടായപ്പോ ഒരുപാട് ചികിത്സയും കാര്യങ്ങളും നടത്തി യോങ്ങിനെ അപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും വളരും തോറും യോങ്ങിന്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുമെന്ന് അന്നേ ബോധ്യപ്പെട്ടിരുന്നു. അതോടുകൂടി ക്രൗൺ പ്രിൻസ് ഒരു ആരോഗ്യമില്ലാത്ത ഒരു രോഗിയാണ് എന്ന ഒരു കാര്യം നാട്ടിൽ പാട്ടായി. എല്ലാവരും പിന്നീട് അങ്ങോട്ട് യോങ്ങിനെ ആ ഒരു രീതിക്ക് വില കുറച്ച് കാണാനായി തുടങ്ങി. കാരണം ഇത്തരം ഒരാൾ ഒരിക്കലും രാജാവായി അവരെ ഭരിക്കാനായി പോകുന്നില്ല, വെറും പേരിനൊരു ക്രൗൺ പ്രിൻസ് മാത്രം, അധികം വൈകാതെ മരണപ്പെടുന്ന ആയുസില്ലാത്ത ഒരുത്തൻ എന്ന രീതിക്കായിരുന്നു യോങ്ങിനെ അവർ കണ്ടിരുന്നത് എന്ന് പറയാനായി അങ്ങനെ പറ്റില്ല. കാരണം യോങ്ങിനെ പറ്റി അവർ പറഞ്ഞിരുന്നത് എന്ന് പറയാം. അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തിന് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഇങ്ങനെയാണ് തന്റെ ജീവിതം എന്ന് മനസ്സിലാക്കി യോങ് കൊട്ടാരത്തിൽ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ഏറെ തന്റെ യാതൊരു റോയൽ സ്റ്റാറ്റസും ഉപയോഗിക്കാതെ സാധാരണക്കാരനായി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളായി മാറിയിരുന്നു. പക്ഷെ അങ്ങനെ നടക്കുമ്പോഴും ആരാണ് തനിക്ക് വിഷം തന്ന് ഈ അവസ്ഥയിൽ തന്നെ ആക്കിയത് എന്നത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം യോങ്ങിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ആ ലെഡ്ജർ അതിനുവേണ്ടിയാണ് യോങ് നേടണമെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴും ആ ഒരു അവസരം ഷെൻസി കാരണം യോങ്ങിന് നഷ്ടപ്പെട്ടു. ഇപ്പോഴേ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് കലക്കി മറിച്ചെടുക്കാൻ വേണ്ടി തന്നെ യോങ് വന്നിരിക്കുകയാണ് അവന്റെ ഏറ്റവും വിശ്വസ്തനായ സഹായിയായ ടിയാന്റെ കൂടെ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പ്രിൻസ് ലീ അപ്പോഴും ഷെൻസിയുടെ കൂടെ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഷെൻസി കല്യാണത്തിനായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു രാജകുമാരൻ തന്നെയാണ് ലീ, കാരണം ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ ഇപ്പോഴേ ആകെ പരിക്കേറ്റിരിക്കുന്ന ലീയെ ഷെൻസി കൊണ്ടേ പരിചരിച്ച് ആളിപ്പോ ഒന്ന് ഓക്കെ ആയി കണ്ണു തുറക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞും ഷെൻസി ഉടനടി അടുത്തുണ്ടായിട്ടും ലീയെ കാണാനായി വരാഞ്ഞതിൽ ആകെ കലി പിടിച്ച് ലീ നിൽക്കാണ്. അവൾ വലിയ ജാട ഇടുന്നുണ്ടല്ലോ, ഞാൻ അവളുടെ പുറകെ പോയി ഇംപ്രസ് ചെയ്യിക്കാനായിരിക്കും ഇത്രയും ജാട എന്ന് കരുതി ഭയങ്കരമായി തന്നെ ലീക്ക് അവന്റെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. ഓൾറെഡി ഈ ലീയെയും അവന്റെ ചേട്ടനായ ഷിന്നിനെയും ഒക്കെ നന്നായി അറിയാവുന്ന വിൻസിയുടെ സോൾ ശരീരത്തിലുള്ള ഷെൻസി പക്ഷെ അവൻ വിചാരിക്കുന്ന കണക്ക് ഒന്നും തന്നെ അവനോട് താണു വീണ് പെരുമാറുന്നൊന്നുമില്ല. അവനെ ഇപ്പൊ വന്നു കണ്ടുപോലും അവൾ അവന്റെ ബാക്കി സഹോദരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുക്ക് കൊണ്ടോ റെപ്യൂട്ടേഷൻ കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ
കൊണ്ടോ ടാലന്റ് കൊണ്ടോ പോലും ഒരു രീതിയിലും മികച്ച ഒരാളല്ല അവൻ എന്ന് പോലും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ആകെ ലീക്ക് ദേഷ്യം വരുമ്പോ ആ സമയത്ത് അവൻ പക്ഷേ അവളുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ നടന്ന സംഭവങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു പരിക്കിന്റെ പാട് കാണുകയും അവൻ എന്തോ വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നുകയും ചെയ്യുന്നു. ഒന്നുമില്ലെങ്കിലും അവനെ രക്ഷപ്പെടുത്തിയതല്ലേ, അപ്പോ ഇവർ എത്തി അവനെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞേനെന്നാണ് ലീ ഇപ്പോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഈ രാജാവിന്റെ മക്കളാണ് ഈ പ്രിൻസ് എല്ലാവരും തന്നെ, പക്ഷെ അവരുടെ അമ്മമാരൊന്നാകണമെന്നില്ലല്ലോ. അതിൽ ഷിന്നിന്റെ അമ്മയ്ക്കുണ്ടായ രണ്ടാമത്തെ മകനാണ് ലീ. അതുകൊണ്ട് മാത്രമാണ് ലീയെ പറ്റി നന്നായി ക്വിൻസിക്ക് അറിയാവുന്നത്. അങ്ങനെ എന്തായാലും ഷെൻസി പോയ ശേഷം തന്റെ ഗാർഡ് അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ ലെഡ്ജർ നഷ്ടപ്പെട്ടു, അത് കാണുവാനില്ല എന്ന കാര്യം അറിഞ്ഞ് ലീ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഒരുപക്ഷെ ഷെൻസി തന്നെ ആയിരിക്കുമോ അത് കൈക്കലാക്കിയിട്ടുണ്ടാവുക എന്നൊരു ഡൗട്ടും അവന് തോന്നുന്നു. അപ്പോഴേക്കും ഷെൻസിയെ തോഴിമാര് ആ രാജകുമാരന്മാരെ പറ്റി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഷെൻസി തീർച്ചയായും അവിടെ ചെന്ന് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ തിരഞ്ഞെടുക്കൂ, അവിടെ നിന്ന് അവർ പറയുന്ന ആരെയും തന്നെ തിരഞ്ഞെടുക്കില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് ഉള്ളത്. ഈ സമയം തോഴിമാർ ഈ രാജകുമാരന്മാരിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് രാജകുമാരനായ സിന്നാണ്. പക്ഷെ ആൾ ഓൾറെഡി മാരീഡ് ആയിരുന്നെങ്കിലും ഭാര്യ മരണപ്പെട്ടു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നല്ല, ആൾക്ക് രാജപരമായി ഭയങ്കര ഒരു അധികാരവും പവറും ഉണ്ട്, ആളുകൾക്കിടയിൽ വലിയൊരു ബഹുമതി ഉണ്ട് എന്ന രീതിക്ക് സംസാരിക്കുമ്പോൾ ഷെൻസിക്ക് ഓൾറെഡി പിങ്സിയുടെ ഭർത്താവായിരുന്ന സിന്നിനെ പറ്റി അറിയാലോ. അവളത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതേ ടീം ടിയാൻ യോങ്ങിനോട് സിന്നിനെ തിരഞ്ഞെടുക്കാൻ സാധ്യത കാണും, കാരണം രാജകുമാരന്മാരിൽ ഏറ്റവും പവർഫുൾ സിന്നാണ്. പേരിന് മാത്രമല്ലേ യോങ് ക്രൗൺ പ്രിൻസ്, എന്നാലും ആ അധികാരം എല്ലാം തന്നെ സിന്നിനാണുള്ളത് എന്ന് പറയുമ്പോൾ പക്ഷെ അവൾ അവനെ തിരഞ്ഞെടുത്താലും സിൻ അവളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. കാരണം അവൻ ഓൾറെഡി ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ അവൻ ഇനി വേറൊരു കല്യാണത്തിന് തയ്യാറാവുന്നു ഞാൻ കരുതുന്നില്ല എന്ന് തന്നെ യോങ് പറയുന്നുണ്ടായിരുന്നു. ഇതേ ടീം തോഴിമാര് ഷിന്നിനെയും യോങ്ങിനെയും ഒഴിച്ചുള്ള ബാക്കി രാജകുമാരന്മാരെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അവരെക്കാളും നല്ലൊരു ഓപ്ഷൻ മുന്നേ ഒരിക്കൽ വിവാഹിതനായതാണെങ്കിലും ഇപ്പോ ഭാര്യ മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഷിൻ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷെ ആള് കല്യാണത്തിന് റെഡി ആകുമോ എന്ന് അറിയില്ല. കാരണം ഭാര്യയെ അത്രയേറെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച വിഷമത്തിലാണ് അദ്ദേഹം അതിന് കാരണക്കാരായ അദ്ദേഹത്തിന്റെ ഫാമിലിയോട് തന്നെ പൊരുതാൻ പോലും തയ്യാറായത് എന്നിങ്ങനെയെല്ലാം അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഷെൻസി നിങ്ങൾ എല്ലാവരുടെയും കാര്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ക്രൗൺ പ്രിൻസിനെ പറ്റി മാത്രം പറയുന്നില്ല എന്ന് തിരക്കുമ്പോൾ അതൊരു നല്ല ഓപ്ഷൻ അല്ല. കാരണം ബാക്കിയുള്ള രാജകുമാരന്മാരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വീക്കും എപ്പോ വേണമെങ്കിലും മരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരാളുമാണ് ക്രൗൺ പ്രിൻസ് ആയ യോങ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഓപ്ഷനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്തതെന്നല്ല തോഴിമാർ പറയുന്നുണ്ട്. ഇതേ ടീം ടിയാനും യോങ്ങിനോട് ഇതേ കാര്യം പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും യോങ്ങിനെ കൺസിഡർ ചെയ്യാനേ പോകുന്നില്ല എന്ന്. പക്ഷെ തന്നെ അങ്ങനെ പറയുന്നത് യോങ്ങിന് അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ് എന്നെ കൺസിഡർ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് അവനും തിരക്കുന്നു. കാരണങ്ങളൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞത് തന്നെ വീക്കാണല്ലോ. അപ്പോ അത് ടിയാൻ സൂചിപ്പിക്കുമ്പോൾ അവൾ എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്ന വളരെ കോൺഫിഡന്റ് ആയി യോങ് പറയുന്ന ടീം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നല്ലോ എന്ന് ടിയാൻ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ പിന്നീട് ക്യാപിറ്റലിലേക്കുള്ള ഷെൻസിയുടെ യാത്ര തുടരുകയാണ്. ആ ഒരു സമയം ഷെൻസിയെ ആക്രമിക്കാനായി കുറച്ചു പേരെത്തുമ്പോഴേക്കും അവളുടെ കയ്യിലാണോ സാമ്പ്രാണിക്ക് കുറവ്. അതിൽ ആളുകളെ മയക്കാനുള്ള സാമ്പ്രാണി കത്തിക്കുകയും അവരൊക്കെ മയങ്ങി വീഴുകയും ചെയ്യുമ്പോൾ ഇവരെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന യോങ്ങും അത് കാണുന്നു. നീ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് അവളെ ഇഷ്ടമാണോന്ന്? അവളെ പറ്റി മനസ്സിലാക്കുന്ന ഓരോ സമയവും അവൾ ആളൊരു കില്ലാടിയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നിന്നോട് പറയാം, ഞാൻ കെട്ടുകയാണെങ്കിൽ അവളെ കെട്ടു, അത് മനസ്സിൽ ഉറപ്പിച്ചു. ഇങ്ങനെ ഒരു പെണ്ണിനെ എന്റെ ലൈഫിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് യോങ് അവിടെ ഉറപ്പിച്ച് പറയുന്നു. ഈ സമയം അവിടേക്ക് രാജാവിന്റെ കുറച്ച് പടയാളികൾ എത്തുന്നുണ്ട്. പക്ഷെ അവർ ഷെൻസിയെയും കൂടെയുള്ളവരെയും സംരക്ഷിച്ച് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകേണ്ടവരാണെങ്കിലും അവരിപ്പോ ഇവരെ ആക്രമിക്കുന്ന കണക്ക് എത്തിയതാണെന്ന് മനസ്സിലാക്കുന്ന യോങ് അതിൽ ഇടപെടാനായി അവന്റെ മുഖം മറിച്ച് ഫൈറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവനിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക വാസന ഷെൻസിയെ ക്യാച്ച് ചെയ്യുന്നു. ഇത് അന്ന് തന്നെ കാണാനായി വന്ന അതേ ആളിന്റെ വാസന കണക്കുണ്ടല്ലോ, അയാൾ തന്നെയാണോ ഇതെന്ന് അവൾ ഷോക്ക് ആവുന്നുണ്ട്. ഇതേ ടീം തങ്ങളെ ആക്രമിക്കുന്ന ഇയാൾ ആരാണെന്ന് അയാളുടെ കയ്യിലുള്ള പതക്കം കണ്ട് ആ ഭടന്മാർ തിരിച്ചറിയുമ്പോൾ അവർ ഫൈറ്റ് നിർത്തി അവിടെ സറണ്ടർ ആവുകയാണ്. കാരണം അത് രാജാവിന്റെ രഹസ്യ സംരക്ഷണ സൈന്യത്തിന്റെ ഒരു അടയാളമായിരുന്നു. അവർക്ക് ഭയങ്കരമായ അധികാരം ഈ സാധാരണ സൈനികരെ വെച്ച് നോക്കുമ്പോൾ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് താൻ ക്രൗൺ പ്രിൻസ് ആണ് എന്നത് വെളിപ്പെടുത്താതെ താനൊരു പടത്തലവനാണെന്ന രീതിക്ക് അവിടെ യോങ് തിരക്കുമ്പോഴേക്കും അത് വിശ്വസിക്കുന്നവർ ഞങ്ങൾ ആക്ച്വലി ഫൈറ്റ് ചെയ്ത് ഉപദ്രവിക്കാനായി വന്നതല്ല, ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് അറിഞ്ഞ് രക്ഷപ്പെടുത്താനായി വന്നതാണ്, ഞങ്ങളെ തെറ്റിദ്ധരിച്ചാണ് അങ്ങിപ്പോ ക്രോധത്തിലായിരിക്കുന്നതെന്നെല്ലാം അവർ പറയുമ്പോഴേക്കും അത് തെറ്റാണ്, ഇവർ ആക്ച്വലി സംരക്ഷിക്കുക എന്ന ആ ഒരു വ്യാജേന ഷെൻസിയെ കൊല്ലാൻ വന്നവരാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്യാപിറ്റലിലേക്ക് യാത്ര തുടരണം, അല്ലെങ്കിൽ അധികം വൈകാതെ ഇരുട്ടും അവിടെ എത്താനായി ബുദ്ധിമുട്ടായിരിക്കും എന്നല്ല ഷെൻസിയുടെ സേഫ്റ്റിയെ മാനിച്ച് അവിടെ യോങ് പറയുമ്പോഴേക്കും ഷെൻസിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഈ രഹസ്യ പടയിലെ കമാൻഡർ ഇങ്ങനെ നേരിട്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് തന്നെ ഭയങ്കര കാര്യമാണ്. അവരങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും പൊതുവെ നിസ്സാരമായി ഇടപെടുന്നവരല്ല. ഇവർ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ കഥ ഇപ്പൊ കഴിഞ്ഞേനെ എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അത് ഷെൻസിയും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അപ്പോഴും അന്ന് തന്നെ കാണാൻ വന്ന അയാളിൽ നിന്ന് വന്ന വാസനയും ഇന്ന് ഈ രക്ഷപ്പെടുത്തിയ ആളിൽ നിന്ന് വന്ന വാസനയും ഒരേ വാസന
ജാക്സനെയാണ്. അയാൾ സാധാരണ ഒരു മനുഷ്യനല്ല, അയാളിൽ ഒരു റോയൽ ബ്ലഡ് ഉണ്ട് എന്നത് അവൾ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഇവിടെ ഇവരെ രക്ഷപ്പെടുത്തി തിരിച്ച് ടിയാന്റെ അടുത്തേക്ക് തന്നെ യോങ് എത്തുന്നുണ്ട്. ടിയാൻ മാറി നിന്ന് ഈ ഫൈറ്റ് ഒക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോ രക്ഷപ്പെടുത്തിയതിനുള്ള പ്രതിഫലമായിട്ട് ആ ലെഡ്ജർ ചോദിച്ചാൽ അത് കിട്ടിയേനെ എന്ന ഒരു കാര്യം ടിയാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് അങ്ങനെ കൈക്കലാക്കാൻ എനിക്ക് താല്പര്യമില്ല, അവളായിട്ട് തന്നെ എന്റെ കയ്യിൽ തരട്ടെ എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ഇപ്പൊ ആകെ ഫൈറ്റ് ചെയ്ത് വീക്ക് ആയിട്ടുണ്ടായിരുന്ന യോങ്ങിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ആ ഒരു ഇമ്മോർട്ടൽ വെയിനും കൂടി ഷെൻസിയുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് കൈക്കലാക്കണം, അല്ലെങ്കിൽ യോങ് ആകെ അപകടത്തിലാവുന്ന ടിയാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ പിടിച്ചു മേടിക്കാനേ എനിക്ക് താല്പര്യമില്ല, അവളായി തന്നെ എന്റെ മുന്നിൽ കൊണ്ടുതരണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് ടിയാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ലീ ആകട്ടെ നേരെ ഷിന്നിനെ കാണാനായി പോന്നു. നമ്മുടെ ക്വിൻസിയുടെ ഭർത്താവായിരുന്ന അതേ ഷിൻ തന്നെ, അവന്റെ ചേട്ടനാണല്ലോ ഷിന്നാണ് ഇപ്പോ ഗാർഡ്സിനെ വിട്ട് ഷെൻസി ആക്രമിക്കാനായി നോക്കിയതെന്ന് ലിൻ അപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ ആ കാര്യത്തെ പറ്റി തിരക്കുമ്പോൾ നീ കഷ്ടപ്പെട്ട് ആ ലെഡ്ജർ കൈക്കലാക്കിയത് അതിങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയല്ലോ, അതുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെ ഗാർഡ്സിനെ വിട്ടത്, കൊന്നിട്ടാണെങ്കിലും അത് കൊണ്ടുവരാനായിരുന്നു എന്റെ നിർദ്ദേശമെന്ന് സിൻ പറയുമ്പോഴേക്കും നിനക്ക് അവളുടെ കാര്യത്തില് ഭയങ്കര കൺസേൺ ആണല്ലോ എന്ന് ലീയുടെ ആ ഒരു വെപ്രാളം ഒക്കെ കണ്ട് സിൻ തിരക്കുമ്പോഴേക്കും ഇഷ്ടമാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു പാവം സാധാരണ പെൺകുട്ടിയല്ല അവൾ എന്തൊക്കെയോ നിഗൂഢമായി ഒളിഞ്ഞു കിടപ്പുണ്ട്, എനിക്കതാ മനസ്സിലായതെന്ന് ലീയും പറയുന്നു. അങ്ങനെ എന്തായാലും അധികം വൈകാതെ ഇവരെല്ലാമുള്ള ആ ഒരു കൊട്ടാരത്തിലേക്ക് ഷെൻസി എത്തുന്നതാണ്. അവൾ അവളുടെ ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.